Hello everybody, welcome back and this is Melo guys. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇൻഫിനിക്സ് എക്സ്പാൻഡ് എന്നൊരു ടാബ്ലറ്റിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടാബിൻ്റെ സ്പെക്കും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ടാബ് എന്ന് പറയുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് ഓൾറെഡി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് വരവില്ല, നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ സ്പെക്കിലേക്ക് തന്നെ നടക്കാം. ഈ ഒരു ടാബിൻ്റെ സ്പെക്ക് നോക്കി കഴിഞ്ഞാൽ ഡിസ്പ്ലേ തന്നെ തുടങ്ങാം. ഡിസ്പ്ലേ സൈസ് നോക്കി കഴിഞ്ഞാൽ 11 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിന് പുറമെ നമ്മൾ ഇതിൻ്റെ റെസൊല്യൂഷൻ നോക്കി കഴിഞ്ഞാൽ ഒരു 1200 × 1920 ആണ് ഇതിൻ്റെ ഒരു റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. AMOLED പാനലൊന്നും അല്ല, ഇത് ഫോണല്ല, ടാബാണ്. ടാബിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു LCD പാനലുമായിട്ടാണ് ഇൻഫിനിക്സ് ഈ ഒരു ടാബിനെ പുറത്തേക്ക് ഇറക്കുന്നത്. അതിൻ്റെ 90 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡോൾബി വിഷൻ സപ്പോർട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. അതേപോലെ തന്നെ 440 നിറ്റ്സിൻ്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ്സും കൂടി ഇത് കൊടുക്കുന്നുണ്ട്. ഇത്തി കുറഞ്ഞു പോയി 440 നിറ്റ്സ്. 81% ഈ ഒരു ടാബിൻ്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. പിന്നെ ഈ ടാബ് എത്ര രൂപയ്ക്കാണ് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 30,000 അല്ലെങ്കിൽ 30,500 ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്, അവൈലബിൾ ആകാൻ പോകുന്നത്, അല്ലെങ്കിൽ കിട്ടാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഫോണിൻ്റെ ടോട്ടൽ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 496 ഗ്രാമാണ് ഈ ഒരു ഫോണിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് കമ്പനി അവകാശപ്പെടുന്നത്. അതേപോലെ തന്നെ ബാക്കും ഫ്രണ്ടും അലുമിനിയം ബോഡിയാണ് വരുന്നത്. ഓക്കെ, ഡിസ്പ്ലേ സ്പെക്കും കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്. ബിൽഡ് ക്വാളിറ്റി നോക്കി കഴിഞ്ഞാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. സെക്കൻഡ് നമുക്ക് ഇനി പ്രൊസസ്സർ നോക്കി നോക്കാം. പ്രൊസസ്സർ നോക്കി കഴിഞ്ഞാൽ MediaTek Helio G99 എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറുമായിട്ടാണ് ഈ ടാബ് വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു 13,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രൊസസ്സർ വെർത്താണെന്ന് തന്നെ പറയാം. അതിൻ്റെ അഡീഷണൽ ഫീച്ചേഴ്സ് നമുക്ക് നോക്കി നോക്കാം. SD കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ 3.5 mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട് കമ്പനി പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റീറോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. പിന്നെ Android 40 ബേസ് ചെയ്തായിരിക്കും ഈ ഫോൺ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. ടാബ് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. നെക്സ്റ്റ് ഇനി ക്യാമറ സൈഡ് ഒന്ന് നോക്കി നോക്കാം. ക്യാമറ സൈഡ് നിങ്ങൾ അധികം പ്രതീക്ഷിക്കേണ്ട. ടാബ് അല്ലേ, അധികം ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ഡിവൈസ് അല്ല ടാബ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാമറ സൈഡ് നമ്മൾ അത്ര ഫോക്കസ് കൊടുക്കുന്നില്ലെങ്കിൽ 8 MP ഒരു ക്യാമറ വരുന്നുള്ളൂ പ്രൈമറി ലെൻസ് എന്ന് പറയുമ്പോൾ. അതേപോലെ തന്നെ സെൽഫി ക്യാമറയും 8 MP ലെൻസാണ് ഫ്രണ്ടിലും കൊടുത്തേക്കുന്നത്. അത് ടാബ് എന്ന് പറഞ്ഞ ഡിവൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാമറയിലോട്ട് അത്ര ഒരു ഇത് കൊടുക്കണ്ട, ബാക്കി കാര്യങ്ങളിലായിരിക്കും ടാബ് എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് കൊണ്ട് നമുക്ക് യൂസ് ആകുന്നില്ല. ക്യാമറയിലോട്ട് ആരും അങ്ങനെ ഫോക്കസ് ചെയ്യാറില്ല, അതുകൊണ്ടായിരിക്കാം 8 MP കൊടുത്തേക്കുന്നത്. എനിവേ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമുക്ക് ഇനി ബാറ്ററി സൈഡ് നോക്കി നോക്കാം. ബാറ്ററി സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 7000 mAh ഒരു ബാറ്ററിയാണ് ഇവർ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു 18 വാട്ടിൻ്റെ വയേർഡ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആകുമെന്ന് പറയുന്നുണ്ട്. ബട്ട് ബാറ്ററി കപ്പാസിറ്റി ഇത്തിരി കൂടെ ഒന്ന് ഇൻക്രീസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് Type-C ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ഈ ടാബ് നമുക്കിനി എത്ര വേരിയൻ്റാണ് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് നോക്കി നോക്കാം. 128GB 4GB RAM വേരിയൻറ്റ്, 256GB 8GB RAM വേരിയൻറ്റ്. ഈ രണ്ട് വേരിയൻറ്റിലായിരിക്കും ഈ ഫോൺ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ അവൈലബിൾ ആകുന്നത്. എത്ര കളർ വേരിയൻറ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് നോക്കി നോക്കാം. ഗോൾഡ്, ബ്ലൂ ആൻഡ് ഗ്രേ, ഈ ഒരു 3 കളർ വേരിയൻറ്റിലായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് ഇറങ്ങുമ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. ലോഞ്ച് ഡേറ്റ് ഒന്നും അറിയാൻ സാധിച്ചിട്ടില്ല. എങ്കിലും കമ്പനി പറയുന്നത് ഇതിപ്പോൾ നൈജീരിയയിലേക്കാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എങ്കിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വരുമെന്നാണ് ചെറുതായിട്ട് അറിയാൻ കഴിഞ്ഞത്. കാരണം അവരുടെ ഇൻഫിനിക്സ് സീരീസ് ഒക്കെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഓൾറെഡി അവൈലബിൾ ആണ്. അതുകൊണ്ട് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ഇൻഫിനിക്സ് എക്സ്പാൻഡ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ടാബ്ലറ്റ് മാർക്കറ്റ് ഇറങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഇതിൻ്റെ ഒരു വീഡിയോ വരും. അപ്പോൾ അതിനൊക്കെയായിട്ട് എൻ്റെ ചാനൽ ഇപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് സൂക്ഷിക്കുക, വേറെ ഒന്നും പറയില്ല. ഇതേപോലത്തെ നല്ല ലേറ്റസ്റ്റ് ഫോണിൻ്റെ ടെക് റിവ്യൂസും ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ടെക് റിവ്യൂസ് ആയിട്ട് ഞാൻ എത്തും. അപ്പോൾ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് സൂക്ഷിക്കുക, വീഡിയോ ലൈക്ക് അടിക്കുക, നിങ്ങൾ നല്ല കമൻറ്റ് ആയിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോണിൻ്റെ ഒരു വീഡിയോ റിവ്യൂ എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിച്ചാൽ മതി. കൺസിഡർ ചെയ്യുന്നതായിരിക്കും, വേറെ ഒന്നും പറയില്ല. ദിസ് ഈസ് മീ സൈനിങ്.